വർഷവും കാക്കട്ടെ. ശരിയാവൂടെ നമുക്ക്. അത് വെറുതെ ഈ അവള് സൂയിപ്പാക്കല്ലേ മോനെ. ഈ അവള് പണം കൊയ്യല്ലേ വായ. അതെ, നല്ല നാടൻ കുത്തരിണ്ട്. ഒരു ലോഡ് അങ്ങോട്ട് അയച്ചു തരട്ടെ. എന്ത് നമ്മളതിൽ കല്ലോ? എടാ നമുക്ക് 10 കിലോ അരിയിൽ 1 കിലോ ചരലെ വീരാൻകുട്ടി ചേർത്തുള്ളൂ. അതും കടലുണ്ടിലെ നല്ല ദഹിക്കുന്ന ചരല്. ഇവിടെ ഓരോ അംക്കൾ ഈ 2 കിലോ ചേർത്തുണ്ട്. വീരാൻകുട്ടി നല്ല നെറിയുള്ള ബിസിനസ്സേ ചെയ്യുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോ, നല്ല അസല് മട്ട. ഓക്കെ ഓക്കെ. ഓ ശരി. ഇതെന്താണോ വീരാൻകുട്ടിക്ക, സാധനം തന്നിട്ട് പണം വാങ്ങാൻ തപസ്സിരിക്കണോ? ഇതാ പറഞ്ഞ എമൗണ്ട് ഫുൾ ആയിട്ടുണ്ട് പിടിച്ചോളി. അപ്പൊ ചരക്ക് 30-ാം തീയതി എത്തുമല്ലോ. ചരക്കിറക്കാം, പക്ഷെ തുക കുറച്ച് മാറ്റി തരണം. അത് നമ്മളേറ്റത്. അല്ല എന്താ ഇപ്രാവശ്യം അരി വളരെ കുറഞ്ഞു പോയി? അതിപ്പോ സാരല്ല, അത് അടുത്ത തവണ കൂട്ടി ഇറക്കിയാൽ മതി. ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റി നമ്മളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും? വീരാൻകുട്ടിക്ക, പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? അല്ല ഉണക്കിയിട്ടില്ലേ? നന്നായിട്ട് ഉണക്കി. അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്താൽ മതി. കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല പൂയി മണൽ വന്നില്ലേ? പറഞ്ഞോണ്ട് എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? പോയിക്കോ. പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തന്നെ പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തന്നെ പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് നമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണെന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല ആരാണപ്പൊ ഈ പുതിയ ആള്? ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി. അതിപ്പോ എന്നൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും വീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല അല്ല, എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം, പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. വീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല പത്മനാഭൻ നായരോ? മൂപ്പരെ അവള് കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂലെന്ന് കേട്ടിട്ടുണ്ട്. പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് വീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല അതിപ്പോ എന്തിനാണ്? ഇനി 1 വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ വമ്പർത്തെ തങ്ങളെ അപ്പൊ നേരത്തെ വലിച്ച്. അല്ല എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ. മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് 2 സമയം നല്ലതാ, ഞാൻ വരും. നമസ്കാരം. നമ്മൾ വീരാൻകുട്ടിയാ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കോടി പുണ്യം ചെയ്ത ആളല്ലേ. നിങ്ങളെ കാണാൻ കൂടിയത് തന്നെ നമ്മളെ മഹാഭാഗ്യ. അങ്ങോട്ടിരിക്കുക. ഓ ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ. സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം, ധൃതി വെക്കാതെ. വലിയ ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അല്ല അരിയും നാളികേരും വെളിച്ചെണ്ണൊക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു. ശരിയാണോ? അല്ല രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിലൊരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആട്ടെ, എന്താ നിങ്ങൾ നമ്മളെ പറ്റി കേട്ട്? എല്ലാം മായ. പടച്ചോനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മള് മായം ചേർക്കല്. പക്ഷെ ഒക്കെ ഒരു നേരെ വട്ടത്തിലേ ഉള്ളൂ കേട്ടോ. പക്ഷെ കച്ചവടത്തിന് വീരാൻകുട്ടി സത്യസന്ധന. അതിന് നമ്മൾ ആരും കുറ്റം പറയില്ല. ശ്രീധരോ, അലിയോ, എന്തായിട്ടാ? വീരാൻകുട്ടിക്ക് വന്നിരിക്കണു. എവിടെ? ഭൂമുഖത്തിരിക്കണു. അയാളെന്താ ഇവിടെ വന്നത്? കൊല്ലാപ്പായോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്താവും. വാ. വെളിച്ചെണ്ണയിൽ ലേശ റബ്ബർ കുരുവിന്റെ നീര്. അതിപ്പോ അത്ര വലിയ തെറ്റാ? ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല ഉവ് റെക്കോർഡ് ചെയ്തിരിക്ക? അല്ല വീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളുള്ള കച്ചവടമൊന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരായിട്ടാ. അയ്യോ ഇക്ക, ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല നിങ്ങൾ ഓന്തുണ്ണി നായരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം എന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ശങ്കരകുട്ടി. ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായർ? പത്മനാഭൻ നായരല്ലേ? വാ, അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരാൻകുട്ടിക്കോ? പത്മനാഭൻ നായരല്ലേ കണ്ടത്? അപ്പുറത്തുണ്ട്, വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായർ,
അപ്പുറത്തെ ഒരു പത്മനാഭൻ നായർ, ഇപ്പുറത്തെ ഒരു പത്മനാഭൻ നായർ. ഇതെന്താ പത്മനാഭൻ നായരിലും പോയോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ കാണിച്ചുതരാം. ഇങ്ങോട്ട് വന്നു. ആ, ഇത് മൈദമാവിൽ കപ്പപ്പൊടി ചേർത്ത് വീശുന്ന പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. രണ്ടു കൂട്ടർ കൂടി ദാ, ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? താനാരാ? ഞാൻ വീരാൻകുട്ടി ഒറിജിനല്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹൻണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക് അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് ഞമ്മളാ. ഈ നിൽക്കുന്ന നിങ്ങളെ കുട്ടികളെല്ലാം നമുക്ക് സാധനം കൊണ്ടു തരണേ. വിശ്വാസാവണില്ലാച്ച കുട്ടനോട് ചോദിക്കാം. എല്ലാ മാസവും 1 കിലോന് ദിവസം തറവാട്ടിലെ സ്ത്രീകളെല്ലാരും നേരത്തെ ഉറക്കാവല്ലോ. അന്നാ സാധനങ്ങൾ കിടത്തണത്. ഇഷ്ടണ്ടായിട്ടല്ല, ഭീഷണി വൈന്ന് ഞാനും സാധനങ്ങൾ ചുമക്കാൻ കൂടാറുണ്ട്. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെ അല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. ഇക്കങ്ങോട്ട് വന്നേ. കാരണം അവർ ഇരുന്നത് കണ്ടില്ലേ? അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കുമായിരുന്നില്ലേ? ചേടാ, അതെന്താ ഒരാളോട് എന്ത് ചോദിച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്. വേറെ ആളോട് എടുത്ത് എന്താ കുഴപ്പം? അല്ല, തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. തടി കേടാക്കാതെ സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ട, ഈ കേസ് ഏറ്റെടുക്കും മോനെ. പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ വേറെ കൂട്ടര് അനക്കൊന്ന് കേൾക്കണോ? കരലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ ഈ വീരാൻകുട്ടി അരി പഞ്ചാരി വിൽക്കും. എന്നാ താൻ പോയി വെക്കും. പോ. പയ്യാരത്ത് മില്ലിലെ ശുദ്ധമായ അരിയും വെളിച്ചെണ്ണയും മായം ചേർത്ത കോഴിക്കോട്ടങ്ങാടിൽ വിൽക്കണേ. ആ വീരാൻകുട്ടി ചോദിച്ചു കേട്ടില്ലേ, സ്വന്തം തറവാട്ടിൽ നിന്ന് കക്കുന്നവരാണോ അനന്തരവന്മാരെന്ന്? കാരണം അവർക്ക് ഉത്തരം മുട്ടിപ്പോയില്ലേ? നാണക്കേടായി. അല്ല ശങ്കരകുട്ടിയേട്ടാ, നിങ്ങളൊക്കെ വലിയ തറവാടികളല്ലേ, ഇത്രയ്ക്ക് ചീപ്പാവുണ്ടായിരുന്നു? അയ്യയ്യേ. അല്ല കുട്ടിയെ, കുറ്റം ചെയ്ത നിങ്ങളുടെ തറവാട്ടിൽ എന്തോ ഒരു ശിക്ഷയില്ലേ? ഓ, നിങ്ങള് തറവാട്ടുകാരായി, ബന്ധുക്കളായി, ഞാൻ അന്യൻ, എനിക്കിതിലെന്ത് കാര്യം? കുറ്റം ചെയ്തവരാരായാലും ശിക്ഷ ഉണ്ടാവണം. 101 ഏത്തടണം. ദിവസവും 1000 പ്രാവശ്യം പറയാറില്ലേ എന്റെ കുട്ടിയോളെന്ന്? അവരുടെ സത്യസന്ധതയും മാന്യതയൊക്കെ ഇപ്പൊ ബോധ്യായില്ലേ? അവരീ തറവാട് മുടിക്കും, അങ്ങേ ജീവനോടെ കുഴിച്ചു മൂടും. ഞാൻ രക്ഷിക്കാം അങ്ങേ. സ്വന്തം മകനാണെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? സമ്മതിച്ചൂടെ? കഴിയണില്ലല്ലേ? മഹാഭാരതത്തിലെ കുന്തി പറഞ്ഞൊരു വാക്കുണ്ട്, പണ്ഡിതന്മാരും ശൂരന്മാരുമായ 5 മക്കളെ പ്രസവിച്ചിട്ട് കാര്യമില്ല, അടുത്ത ജന്മമെങ്കിലും ഭാഗ്യമുള്ള ഒരു മകൻ മതിയെന്ന്. ഈ മകന് ഭാഗ്യമില്ല. കാത്തിരിക്കാം അടുത്ത ജന്മം വരെ. ഭാഗ്യമുണ്ടാവും ഈ ജന്മത്തിൽ തന്നെ. കുട്ടികളാകെ വിഷമിച്ചിരിക്കുക. ഓർക്കാൻ കഴിയാത്ത തെറ്റ് തന്നെ അവർ ചെയ്തിരിക്കണേ. എട്ടും മുട്ടും തിരിയാത്ത കുട്ടികളായിരുന്നു. ഇങ്ങനെ ഒരു കുബുദ്ധി അവർക്ക് തോന്നിച്ചല്ലോ എന്റെ ഭഗവതി. ഇത്രയ്ക്കൊന്നും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ രാമനാഥനെ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. അമ്മയുടെ കുട്ടികളല്ലേ ചെയ്തത്. വിവരമില്ലാന്ന് കരുതി ക്ഷമിക്കുക. വല്യേട്ടൻ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച അവർക്ക് സഹിക്കില്ല. ഇത് ഞാൻ കണ്ടില്ലാന്ന് അടിക്കണല്ലേ? ഇനിയുണ്ടോ വാരിക്കുഴികള് എന്നെ വീഴ്ത്താൻ? ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. വല്യേട്ടനെ നേരിടാൻ അവർക്കാവില്ല. ഒരെണ്ണ ആഹാരം കഴിച്ചിട്ടില്ല. എനിക്ക് എവിടേക്കോ പിഴച്ചു. എന്തൊക്കെയാ ഞാൻ ധരിച്ചു വെച്ചിരുന്നത്? പെങ്ങന്മാരുടെയും മരുമക്കളുടെയും സ്നേഹം കണ്ട് ഊറ്റം കൊള്ളുകയായിരുന്നു. അതിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഒരു ദുസ്വപ്നം പോലെ കരുതിയാ മതി. അടുത്ത മാസം വല്യേട്ടന്റെ സപ്തതിയാ. ഗംഭീരമാക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ. അങ്ങനെ ഒരു ചടങ്ങ് ഇപ്പൊ വേണ്ട. വല്യേട്ടൻ അങ്ങനെ പറയരുത്. ഞങ്ങളെല്ലാവരുടെയും എല്ലാരും കൂടെ തീരുമാനിക്കുക.
തെക്കേ തൊടിയിലെ മാവപ്പഴാ മുറിക്കേണ്ടതെന്ന് എന്നെ ഇരിക്കാൻ. സപ്തതി ആഘോഷം നടത്ത തന്നെ വേണം, എന്നാലേ അധികാര കൈമാറ്റം ഉണ്ടാകും. എന്താ, ആർക്കും അധികാരം വേണ്ടേ? പിന്നെ വേണ്ടേ, തീർച്ചയായും വേണം. അതിന് വലിയേട്ടൻ സമ്മതിക്കണ്ടേ? ഒക്കെ വരുത്തി വെച്ചത് നിങ്ങൾ തന്നെ. അതെ, മുതൽ കട്ടുമുടിച്ചിട്ട് എന്ത് മുഖത്തോടെ വലിയേട്ടനോട് സംസാരിക്കാം? അന്യരുടെ മുതലല്ലോ, സ്വന്തം മുതലല്ലേ. അത് മോഷണമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് സപ്തതിയും തമ്മിൽ എന്താ ബന്ധം? അതാ ഞാനും ചോദിക്കണേ. വല്യമാമ അത് പറഞ്ഞപ്പോ അമ്മ കേട്ടോണ്ട് മിണ്ടാതെ നിന്നു. പിന്നെ ഞാൻ എന്താ വേണ്ടേ? അമ്മേ, ഇത് കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്നൊരു ചടങ്ങാ. ഇത് നടത്തിയേ പറ്റൂ. വല്യമാമയുടെ സപ്തതി നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. അച്ഛനൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ? കാലൻ വന്ന് പോരുന്നോന്ന് ചോദിച്ചാല് മൂപ്പർക്ക് ഇത് തന്നെ പറയാനുണ്ടാവും. ആ, നമുക്കിപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കാം. We will take a decision. സത്പതി ആഘോഷം വേണം. 7 ദിവസം സദ്യ ഉണ്ടാവണം. 4 കൂട്ടം പ്രഥമനും അമ്മൂട്ടി എതിരാന്നുള്ളിയേ. 4 കൂട്ടം പോരെങ്കിൽ പറഞ്ഞാ പോരെ. ഇവിടെ പെണ്ണുങ്ങൾക്കാണല്ലോ മുൻതൂക്കം. നിങ്ങൾ മനസ്സ് വെച്ചാ കാരണവര് സമ്മതിക്കും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എല്ലാവരും ചെന്ന് സറണ്ടർ ആകാം, നിരുപാധികം. എന്നാ ഒരു പക്ഷേ വലിയേട്ടൻ സമ്മതിച്ചേക്കും. അതാ ശരി, വരൂ. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയോ? എന്താ? എല്ലാവർക്കും ഇപ്പോ സപ്തതി ആഘോഷിക്കാനുള്ള തിടുക്ക. വല്യമാമയുടെ ആദരവ് കൊണ്ടൊന്നല്ല, അധികാരമോഹ. അത് കഴിഞ്ഞാ വല്യമാമയെ ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്താലോ. അനുവദിക്കരുത്. ഇപ്പോഴെങ്കിലും രാമനാഥൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തണം. വൈകിയ രാമനാഥൻ അച്ഛന് നഷ്ടാവും, എനിക്ക് എന്റെ വല്യമാമയും. വല്യമാമ അങ്ങനെ പറയരുത്. വല്യമാമയുടെ സപ്തതി ഗംഭീരാക്കണം, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. 70 വർഷക്കാലം യാതൊരു ദുഷ്പേരും കേൾപ്പിക്കാതെ ജീവിച്ച ഒരു അസാമാന്യ മനുഷ്യൻ. അങ്ങനെ ഒരാളിന്റെ അനുഗ്രഹം മേടിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യ. ഞങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഞങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിൽ പശ്ചാത്താപമുണ്ട്. ഞങ്ങളെ തല്ലിക്കോളൂ, പക്ഷെ ചതിച്ചു എന്ന് മാത്രം പറയരുത്. വല്യമാമയോട് ഞങ്ങൾക്ക് ഒരു സ്നേഹക്കുറവുമില്ല. വല്യമാമ അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? കണ്ടില്ലേ, കുട്ടികളുടെ മനസ്സ് ഇത്രേ ഉള്ളൂ. അവരുടെ ആഗ്രഹം വലിയേട്ടൻ സാധിച്ചു കൊടുക്കണം. എന്റെ പൊന്നു വല്യേട്ട, വല്യേട്ടന് സപ്തതി മഹോത്സവം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണേ. വേണ്ട, അധികാരം കൈമാറാൻ യോഗ്യതയുള്ള ആരും ഈ കുടുംബത്തിലില്ല. വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കുടുംബം പിച്ചു ചീന്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സപ്തതി ആഘോഷിക്കണില്ല. അവരുടെ അടവൊന്നും വല്യമാമയുടെ അടുത്ത് ചെലവാകില്ല. സപ്തതി നടത്തുന്നില്ല എന്ന തീരുമാനം നന്നായി. ഇല്ല, സപ്തതി നടക്കണം, നടത്തും. പത്രം 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 ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ചെറുതേരെ പത്രം ഒന്ന് വായിച്ചേ. ആ പത്രം 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 വായിക്ക്, രുചിയായിട്ട് വായിക്കാം. ഇന്നത്തെ പത്രം, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. മുമ്പ് പറഞ്ഞേരെ, നല്ല ചൂടുള്ള സാധനം. അല്ല പത്രം പത്രം. കാര്യത്തിന് ഇപ്പൊ പത്രവിൽപ്പന തുടങ്ങിയോ? ഇന്നലത്തെ വണ്ടേ മാച്ചിൽ ന്യൂസ് ഉണ്ടോ? ആനക്കാരത്തല്ല അവന്റെ ചേനക്കാര്യം. പത്രം വായിക്കണ ചെക്ക. അമ്മേ, ദേ സപ്തതി ആഘോഷം, വല്യമാമയുടെ സപ്തതി ആഘോഷ വാർത്ത. ഞാനും വായിച്ചു മോനെ. അത്ഭുതമായിരിക്കണം. വലിയേട്ടൻ സപ്തതി ആഘോഷം നടത്തുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്? ആര് കൊടുത്ത വാർത്തയായാലും എന്താ? സപ്തതി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാനാ. സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്, വെരി വെരി സ്മാർട്ട്. താങ്ക് യു. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ. എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥനുണ്ടാവും, അല്ലേ അളിയ? അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സപ്തതി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം. അതെ, അത് തന്നെ. ആരാ ഈ വാർത്ത കൊടുത്തത്? വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ, എന്റെയും. നമുക്ക് ഈ സപ്തതി ഒരു ചരിത്ര സംഭവം. അത് നടക്കില്ല. സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം അനുവദിക്കില്ല ഞാൻ. ഇറങ്ങിക്കോളൂ. അതാ അദ്ദേഹം വരുന്നുണ്ട്. നമസ്കാരം. പത്രവാർത്ത കണ്ടു, സന്തോഷായി. പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു. ഈ പത്രവാർത്ത തീർത്തും അനുയോജ്യം തന്നെ. അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്? അത് പിന്നെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ. ഈ സപ്തതി ആഘോഷം സംശയമുണ്ട്, ഗംഭീരമായിട്ട് തന്നെ നടത്തും. അതെ, നടത്തും. രാമനാഥ, നീ ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമ്മ മിണ്ടാവരടുത്ത് നിന്നാ മതി.
ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാ. സപ്തതി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം? അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സപ്തതി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും, ഇല്ലേ? സംശയണ്ടാ ഇനി പല ഒരു ആഘോഷം ഈ തറവാട്ടിൽ ഇനി ഉണ്ടാവാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുമോ? അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്നാ. അത് ഞങ്ങൾ കരക്കാരൻ നിശ്ചയിക്കും. ആ. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ? അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കണ ഏറ്റവും മൂത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി വാന്തിണ്ണി മാമ. അപ്പൊ നമുക്ക് സപ്തതി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ? കേട്ടില്ലേ? എന്നൊരു വാക്കാ വായിന്ന് വീണ അതിന് തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ? അതെ, ചത്തുവേട്ട, ഇവർക്ക് വേണ്ട സാധനം മറ്റേ മിലിറ്ററി. പിന്നെ ബാനർ വേണം. ചങ്ങുണ്ണി, രാമനാഥ, എന്താ അമ്മമ്മേ? അമ്മമ്മ അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ. അങ്ങോട്ട് ചെന്നാട്ടെ. അമ്മമ്മേ അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി ഇപ്പൊ മക്കത്തായോ. എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ? ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, ധർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വദ ധർമ്മം ചര. വല്യമാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സപ്തതി ആഘോഷം? എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഞാനൊരു കാര്യം പറയട്ടെ. വല്യമാമയെ കൊണ്ട് രാമനാഥനെ മകനാണെന്ന് അംഗീകരിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. വല്യമ്മയെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാ. ഏത് വല്യമ്മായി? രാമനാഥന്റെ അമ്മ, സൗദാമിനി അമ്മായി. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വല്യമ്മായി വന്നേ മതിയാവും. വല്യമ്മയെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്താ? വല്യമ്മായി കൂട്ടിക്കൊണ്ടിരുന്നത് നീയല്ല, പയ്യാരത്ത് പത്മനാഭൻ നായരാ. പറയിക്കും ഞാൻ. നിങ്ങളുടെ ചൂടും ചൂരും കുശാഗ്ര ബുദ്ധിയും അതേപടി പകർന്നു കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരേ ഒരു സന്തതിയാ പറയണേ. രാമനാഥൻ എന്റെ മകനാണെന്ന് നിങ്ങൾ പറയും. വീട്ടുകാരെ നാട്ടുകാരെ കേൾക്കെ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. ഇല്ലടോ, തന്റെ അനന്തരവന്റെ ആഗ്രഹം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായരെ തോൽപ്പിക്കാവുന്ന മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ല. നടക്കരുത്, നടക്കാൻ പാടില്ല. അത് പറയാനാ ഞാൻ വന്നത്. അങ്ങ് തോൽക്കരുത്. അങ്ങ് ഊട്ടി വളർത്തിയ അനന്തരവരെ തന്നെ ഈ തറവാട് ഏൽപ്പിക്കണം. അതാ അതിന്റെ ശരി. അവർക്ക് അതിന്റെ അവകാശം. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർക്കരുത്. അതിന് കൂട്ടു നിൽക്കുന്നത് രാമനാഥനല്ല, ദൈവം തമ്പുരാനായാലും ശരി ശങ്കുണ്ണി സമ്മതിക്കില്ല. അച്ഛനെ കാണുന്നത് മാത്രമേ അവനെ ആവശ്യപ്പെട്ടുള്ളൂ. കണ്ടില്ലേ? അതിൽ കൂടുതൽ ഞാനും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കണമില്ല. ശങ്കു, എനിക്ക് വലുത് രാമനാഥനല്ല. മീനാക്ഷി, പായസം തയ്യാറായില്ലേ? റെഡിയായി കഴിഞ്ഞു. ഏതായിട്ടുണ്ടോ? കുടിച്ചാ കാരണവരുടെ മനസ്സ് തെളിയണം. അതാ നമ്മുടെ വിജയം. വല്യമാമയുടെ ടേസ്റ്റ് എനിക്കറിയാം. എന്തായാലും ഒരു വലിയ കലത്തിലെടുത്തോ. അയ്യോ, അമ്മാമ്മയ്ക്ക് കുറച്ച് മതി. ആ, എന്നാ ഒരു സ്പൂണിലെടുക്ക്. വേഗമാട്ടെ. ഇടിക്കല്ലേ? ബഹളം വെക്കല്ലേ? അയ്യോ, ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അകത്ത് രാമനാഥൻ മാഷ് ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ? എന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചോണ്ട്. സൂചി കുത്താൻ ഇടവില്ലല്ലോ. നീ വന്നേ. അവിടെ നിൽക്കുക. അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക. അതിക്രമിച്ച് കയറ്റാൻ പാടില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക? അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് വരാം. മീനാക്ഷി എന്താടി കൊണ്ടുവന്നേക്കണേ? ഓ, ഒന്നുമില്ല. ഇത്തിരി പാൽപ്പായസ. വല്യമ്മയുടെ കയ്യിലെന്താ? എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ടിത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി. അത് ശരി. അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്തിന്റെ തിരുമേനി അടുക്കളന്ന് പുറത്തിയടിച്ച്? നീ വിഷമിക്കണ്ട മുട്ടിയെ. നമ്മുടെ കടല പ്രവണ കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല. മുഹമ്മദ് മീനിങ്ങാന്നെ ഉണ്ടാക്കിയിരിക്കണോ?
അയ്യേ അപ്പൊ മെനഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമന കൊണ്ടുവന്നേ അത് വലിച്ചു പോയില്ലേ? നമ്മളി പൊളിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വലിയേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പോരെ? അത് വേണ്ട, വല്യേട്ടൻ എല്ലാവർക്കും ഒരുപോലെയാ. ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ? വേണ്ട, ആരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. മാറ് 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 മാറ്. വല്യേട്ടനെ ഒന്ന് കണ്ടോട്ടെ രാമനാഥ. ആരെയും ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്ന കാരണോട് കർശനമായിട്ട് കൽപ്പിച്ചിരിക്കുക. പ്ലീസ് വെയിറ്റ്. എന്താ അതൊക്കെ? അടപ്രഥമൻ. അയ്യോ അടപ്രധാനല്ല, പാലടയാ. പാലടാ. മൂപ്പരിപ്പതൊന്നും കഴിക്കാനുള്ള മൂടിലല്ല കുട്ട. ഇതൊക്കെ മേടിച്ച് നമ്മുടെ മുറിയിലേക്ക് വെച്ചേക്കാം. അദ്ദേഹം വലിയ ടെൻഷനില്ല. എന്താ രാമനാഥ? സപ്തതി ആഘോഷം അടുത്ത് വരികയല്ലേ? അനന്തരാവകാശം തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഇതൊന്ന് തിന്നോട്ടേപ്പാ. എന്തു പറയാൻ, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? പറയാം. ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ. ആരാണാവോ പുതിയ അവകാശി? രാമനാഥ സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രം ഒഴിക്കും പോലെ? കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. പിന്നെന്താ മീനാക്ഷി, കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. മോനെ രാമനാഥ എന്താ പറയാം പറയാം പറയാമെന്നേ. വഴി വഴി. മന്ത്രിയുടെ പിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? രാമകൃഷ്ണൻ. കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി, ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞുലക്ഷ്മി അമ്മ ആയിക്കൊടുന്നില്ല. അയ്യോ എന്റെ പരദൈവങ്ങളെ, വല്യേട്ടന്റെ ഒരു കാരുണ്യോ. ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം, അയ്യോ ഞാനോ? ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അയ്യോ അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാൻ പോൾ. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. സപ്തതി ആഘോഷ ദിവസം ഞാനാണ് അനന്തരാവകാശി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാലോ? അങ്ങനെ ആര് വരാനാ? കാരണം ഒരു ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആ ബ്രഹ്മചര്യത്തിന് ഒരു വീഴ്ച വന്നിട്ട് ഒരു അവകാശം ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മകൻ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റിയ വിഷയമല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സകല തെളിവുകളും റെക്കോർഡുകളും ഒക്കെ ആയിട്ട് അവസാന നിമിഷം ഒരുത്തൻ രംഗപ്രവേശം ചെയ്താലോ? വരണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഒരുത്തൻ വന്ന അറ്റ കൈ തന്നെ പ്രയോഗിക്കും. രാമനാഥ, ഞങ്ങൾ അവനെ തട്ടിയിരിക്കും. അപ്പം